5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് അഭിനയിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് സുന്ദരികളായ സ്ത്രീകൾ, ചെറുപ്പക്കാരികളൊക്കെ വന്നാൽ കല്യാണം കഴിക്കാത്തവരായാൽ പോലും അവിടുത്തെ സംവിധായകനും നിർമ്മാതാവിനും സഹനടന്മാർക്കും സൂപ്പർ സ്റ്റാറുകൾക്കും മെഗാസ്റ്റാറുകൾക്കും ആരുണ്ടെങ്കിലും, പിന്നെ ലൈറ്റ് ബോയ്ക്ക് വരെ, അവിടെ റൂം തുറന്നു കൊടുക്കുന്ന ആളിന് വരെ പല രൂപത്തിൽ കിടപ്പറ പങ്കുവെക്കണം, അല്ലെങ്കിൽ ചാൻസ് കിട്ടില്ല എന്നുള്ള പരാതി മുന്തിയ നടിമാരുൾപ്പെടെ പറഞ്ഞ് വർഷങ്ങൾ കൊണ്ടവർ അനുഭവിച്ച് ബുദ്ധിമുട്ടി അവരുടെ മാനവും പിന്നെ അവരുടെ അഭിമാനവും എല്ലാം പോയി അവർക്ക് നല്ല കുടുംബജീവിതം പോലും നയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പല നടിമാരും പറഞ്ഞ് അത് അവസാനം വിമൻ കളക്റ്റീവ് കൂട്ടായ്മകളൊക്കെ വന്നു. അവസാനം ഹേമ കമ്മിറ്റി വെച്ചു, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വെച്ചു. ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ മനോഹരമായ ഒരു റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ പുറത്തു കൊണ്ടുവന്നു. ആ റിപ്പോർട്ട് വന്ന അന്ന് മുതൽ അതിൽ വിവാദമാണ്. ഇപ്പോൾ എവിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? പാർവതി തിരുവോത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, 5.5 വർഷമായല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട്, അത് കോൾഡ് സ്റ്റോറേജിൽ ഇരുന്ന് ഉറങ്ങുകയാണോ? ഇവിടെ വനിതാ മതിലും വനിതാ സംഗമവും വനിതാ ജംഗ്ഷനും വനിതാ കൂട്ടായ്മയും വനിതാ ജാഗ്രതാ സമിതിയും പിന്നെ അങ്ങനെ തുടങ്ങി വനിതകളുടെ ശാക്തീകരിക്കാൻ വേണ്ടി എന്തൊരു തള്ളി മറിക്കുന്നൊരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണോ? ഇത് ഞാനല്ല ചോദിക്കുന്നത്. വിമൻ കളക്റ്റീവ് ഇനിഷ്യേറ്റീവിൻ്റെ വനിതാ കൂട്ടായ്മയുടെ, സിനിമയിലെ വനിതാ കൂട്ടായ്മയുടെ നേതാവ് കൂടിയായിട്ടുള്ള പാർവതി തിരുവോത്താണ് ചോദിക്കുന്നത്. എവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? തീർച്ചയായിട്ടും ഇതറിയുവാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, കുറേ അധികം ആളുകൾ കേസ് കൊടുത്തവരിൽ 80% ആളുകളും കേസ് പിൻവലിച്ചിരിക്കുകയാണ്. വനിതകൾ 50-ഓളം വനിതകൾ കൊണ്ട് കേസ് കൊടുത്തു. പക്ഷേ തെളിവെടുപ്പ് സമയം വന്നപ്പോൾ ഒന്നുകിൽ പണത്തിൻ്റെ സ്വാധീനം, അല്ലെങ്കിൽ വീണ്ടും അവർക്ക് ചാൻസ് കിട്ടുമെന്നുള്ള സ്വാധീനം, അല്ലെങ്കിൽ മറ്റേ കുടുംബപരമായ, അല്ലെങ്കിൽ ഭീഷണി, കൊന്നുകളയുമെന്നുള്ള ഭീഷണി, എന്തൊക്കെയായാലും 80%ഓളം നടികളും കേസ് കൊടുത്തവരിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ കേസിന് വേണ്ടി വെച്ച ടാസ്ക് ഫോഴ്സിനും കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലും കേസ് എടുക്കണ്ടേ? കാരണം ഇതൊരു പൊതു താല്പര്യ വിഷയമെന്നുള്ള നിലയിൽ ഇതെങ്ങനെയാണ് പരിഹരിക്കുക? അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു അച്ചടക്കം കൊണ്ടുവരിക, സൈറ്റിൽ അച്ചടക്കം കൊണ്ടുവരിക, സ്ത്രീകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കണം, ബാത്റൂം സൗകര്യം, ഭക്ഷണ സൗകര്യം, ഡ്രസ്സ് മാറാനുള്ള സ്വകാര്യ ഇടങ്ങൾ, ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾ ഗ്രീവൻസ് സെല്ല് പോലെ പറയുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. ഏതെങ്കിലും ഒരെണ്ണം നടപ്പിലാക്കണ്ടേ? ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ച ചെയ്യേണ്ടത്? അല്ലാതെ അൻവർ എങ്ങോട്ട് പോയി, അൻവർ എവിടെ നിൽക്കുന്നു, അൻവർ രാവിലെ കുളിച്ചോ, അൻവറിന് എത്ര സ്വത്തുണ്ട്, അൻവറിൻ്റെ പാർട്ടി ഏത്, ഇങ്ങനെ പറഞ്ഞ് അൻവറിൻ്റെ മുമ്പ് കിടന്ന് കോഴി കറങ്ങും പോലെ എല്ലാ പാർട്ടികളും കറങ്ങാതെ ഇത്തരത്തിലുള്ള കാർഡിനലായിട്ടുള്ള സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും അല്ലേ ചർച്ച ചെയ്യേണ്ടത്? എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുവഴി പോയി. അത് സജി ചെറിയാനൊക്കെ കുറച്ചു കാലം അതിൻ്റെ കയറിൽ പുറത്തു കയറി അടയിരുന്നു. അവസാനം അതിൽ കുറേശ്ശെ ആദ്യം അത് മൊത്തം പുറത്തു വിട്ടില്ല, പാർട്ട് പുറത്തു വിട്ടു. പിന്നെ കോടതിയായി, വിവരാവകാശ കമ്മീഷന് മൊത്തം പുറത്തു വിടാതെയായി. അങ്ങനെ ആകെ പുകയായി. പക്ഷേ എങ്കിലും അവസാനം കുറേശ്ശെ നമ്മുടെ മുകേഷും സിദ്ദിഖും തുടങ്ങിയ പ്രധാന നടന്മാർ ഉൾപ്പെടെ പ്രതിയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ മലയാള സിനിമയും മലയാള സമൂഹവും പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം ഒന്ന് ആനന്ദിച്ചു, സന്തോഷിച്ചു. പ്രത്യേകിച്ച് പുതിയ പെൺകുട്ടികളൊക്കെ സിനിമയിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന പുതിയ പെൺകുട്ടികൾ തങ്ങളുടെ ശരീരവും മാനവും കാക്കാൻ കഴിയുമല്ലോ അഭിനയത്തോടൊപ്പം എന്ന് കരുതി എല്ലാം പപ്പടം പൊടിയും പോലെ കിടക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടയിരിക്കുന്നു. പിണറായി വിജയനെപ്പോൾ ഒരു മുഖ്യമന്ത്രി, ഇരട്ട ചങ്കുള്ള മുഖ്യമന്ത്രി, ഇരട്ട മിഷ്യനുള്ള മുഖ്യമന്ത്രി ഇതിൻ്റെ പുറത്ത് അടയിരിക്കുകയാണെങ്കിൽ പിന്നെ ആർക്കാണ് ഇതെടുത്ത് പ്രവർത്തിക്കാൻ കഴിയുക? ഏത് മുഖ്യമന്ത്രിക്ക് ഇത് കഴിയും? ഇതൊരു ഒന്നൊന്നര ചോദ്യമാണ്. എൻ്റെ ചോദ്യമല്ല, പാർവതി തിരുവോത്തിൻ്റെ ചോദ്യമാണ്. ആ വനിതയുടെ, സ്ത്രീയുടെ ചോദ്യം കേരളത്തിലെ മൊത്തം സ്ത്രീകളുടെ ചോദ്യമായി എടുക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിയന്തരമായി കേസ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അത് പരാതി ഉണ്ടെങ്കിലും പരാതി ഇല്ലെങ്കിലും, പരാതിക്കാരില്ലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് സ്പെഷ്യൽ കേസായി എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, മുഴുവൻ ശുപാർശകളും സമയബന്ധിതമായി നടപ്പിലാക്കാൻ മറ്റൊരു ടാസ്ക് ഫോഴ്സിനെ കൂടി സർക്കാർ നിശ്ചയിക്കണം. ഇത് കാലത്തിൻ്റെ ഒരു അനിവാര്യതയാണ്, അത്യാവശ്യമാണ്. ഇനിയും നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ, അമ്മമാർ തുടങ്ങി എല്ലാ സ്ത്രീകൾക്കും സിനിമയിൽ വരാൻ കഴിയണം. അതൊരു കലയുടെ രംഗമാകണം. കലാപത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ബലാത്സംഗങ്ങളുടെയും മേഖല ആകരുത്.